ഹലോ ഗൈസ്, വെൽക്കം ടു ഗ്യാസ് വണ്ടർ മൂവി മീഡിയ. എൻ്റെ ഇവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് കാതിലേക്ക് നേരം ഇല്ലേ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ജയൻ രവി. ശരിക്കുള്ള പേര് രവി മോഹൻ എന്നാണ് ഇപ്പോഴത്തെ പേര്, എന്നാൽ ജയൻ രവി എന്ന് വിളിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞാണ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നിത്യ മേനോൻ, വിനയ് റായ്, TJ ബാനു, യോഗി ബാബു, ലാല് എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് കൃതിക ഉദയനിധി എന്ന് പറഞ്ഞ ഒരാളാണ്. മീൻസ് വിജയ് ആൻ്റണിയുടെ കാലു എന്ന് പറഞ്ഞ സിനിമയുണ്ട്. എനിക്കതൊരു ആവറേജായിട്ട് ഫീൽ ചെയ്തുള്ളൂ. ആ സിനിമയുടെ ഡയറക്ടറാണ്. പിന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉദയനിധി സ്റ്റാലിനാണ്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഡയറക്ടർ എന്ന് പറയുന്നത് ഉദയനിധി സ്റ്റാലിൻ്റെ ഭാര്യയാണ്. അത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞത് മാത്രം. പിന്നെ എഡിറ്റഡ് ബൈ ലോറൻസ് കിഷോർ, മ്യൂസിക് ആൻഡ് BGM ബൈ AR റഹ്മാൻ. പിന്നെ സിനിമാറ്റോഗ്രഫി ബൈ ജയവാമിക് അറി. ഇത്രയാണ് എനിക്ക് കാസ്റ്റ് ആൻഡ് ക്രൂ വൈസ് എനിക്കറിയുന്ന കാര്യങ്ങൾ. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ശോകപ്പടം. ഈ സിനിമയിൽ പോസിറ്റീവ്സ് പറയാം. ഫസ്റ്റ്, മ്യൂസിക് ആൻഡ് BGM, ദിസ് ഇസ് എ ഹൈലൈറ്റഡ് പോസിറ്റീവ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനിങ് അത്യാവശ്യം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂം ഡിസൈൻഡ് ബൈ കവിത എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവർ മുമ്പ് ഏതൊക്കെ പടത്തിന് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ കോസ്റ്റ്യൂംസ് വൈസ് സൂപ്പർബായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി സൂപ്പർ. ജയവാമിക് അറി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി കണ്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോറി വൈസ് അത്യാവശ്യം നല്ലൊരു സ്റ്റോറിയാണ്. പിന്നെ യോഗി ബാബുവിൻ്റെ കോമഡിയൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. ഇത്രയാണ് എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങൾ. പിന്നെ ഈ സിനിമയിൽ നെഗറ്റീവ്സായിട്ട് ഫീൽ ചെയ്തത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പടം ചില സ്ക്രീൻ പ്ലേ വൈസ് കട്ട ശോകമാണ്. പിന്നെ ജയൻ രവിക്ക് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പടം ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിത്യമേനോൻ ശ്രമിച്ചിട്ടുണ്ട് അത്യാവശ്യം, ബട്ട് എവിടെയൊക്കെയോ പണി പാടി എന്ന് ഫീൽ ചെയ്തു പോയി. പിന്നെ വിനയ് റായിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, വിനയ് റായ് ഈ സിനിമ അഭിനയിച്ചിട്ട് ഗേ ആയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം ആ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ തോന്നുന്നു. പിന്നെ അങ്ങനെ ഒരു ശേഷമാണ് ഒരു വില്ലൻ ക്യാരക്ടർ നിന്ന് മാറി ഒരു ചെറിയ റോളിലോട്ടൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല ടേക്കായിട്ട് ഫീൽ ചെയ്തു. ബട്ട് ഇങ്ങനത്തെ റോള് എന്തെങ്കിലും ചെയ്യുന്ന വിചാരിച്ചിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും ആവറേജായിട്ട് ഫീൽ ചെയ്തു അങ്ങനെ പെർഫോമൻസ്. പിന്നെ ലാലിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവാണ്. ഞാൻ പറയാൻ മറന്നതാണ്, സോറി. പിന്നീട് എഡിറ്റിങ്ങൊക്കെ കേട്ട ഷോക്കിങ്ങായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ സിനിമയിൽ ഒരു ചെറുക്കനുണ്ട്, മറ്റേ നമ്മുടെ റിയൽ ജ്യൂസ് ഇല്ലടി, റിയൽ എന്ന് പറഞ്ഞൊരു ജ്യൂസ് കമ്പനി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരസ്യത്തിലൊക്കെ ഉള്ളത് വെച്ചാണ് ആ കൊച്ചിനെ എങ്ങനെ എടുത്തെന്നാവും. പക്ഷേ ആ കൊച്ചിൻ്റെ അഭിനയം വെച്ച് നോക്കുമ്പോൾ അതും ഒരു ആവറേജായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഫസ്റ്റ് ഹാഫ് പിന്നെ
ഇതൊരു പോസിറ്റീവ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് ഇസ് സൂപ്പർബ് എന്ന് ഞാൻ പറയും. കാരണം ആ സ്റ്റോറി ഇന്നതാണ് സ്റ്റോറി എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കി തരികയും അതിന് വേണ്ട അതിന് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ, ആ സ്റ്റോറിക്ക് വേണ്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് മതിയാണ് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് സെക്കൻഡ് ഹാഫ് എന്തോ ഒരു വഴിയായിപ്പോയി. പിന്നെ ഒരു കാര്യം, ഇത് എനിക്ക് ഊളം എന്ന് ഞാൻ പറയില്ല, ഇറ്റ്സ് ആവറേജ് ഫോർ മീ. ഞാൻ ഇങ്ങനെ കാണിച്ചല്ലേ, സോറി, ഞാൻ ശരിക്കും ഇങ്ങനെയാണ് കാണിക്കാൻ വന്നത്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇറ്റ്സ് നോട്ട് എ സ്പോയിലർ അലേർട്ട്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. കാരണം എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ആവശ്യം ചില കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് പിടിച്ചിട്ടുമില്ല. അത് മനസ്സിലാക്കണം പ്ലീസ്. പിന്നെ TJ ബാനു, അവരെ കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. കാരണം അവരുടെ ഇതിന് മുമ്പ് ഞാൻ കണ്ടിരിക്കണ പോരും, പിന്നെ എൻ്റെ ബിലുങ്കിൽ, അത് ബിലുങ്കിലായിട്ട് ഇറക്കിയ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഡങ്കി എന്നൊരു സിനിമയുണ്ട്, അതിലും ഇവരെന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്, ഇവരഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് മാത്രമേ എനിക്ക് തൽക്കാലത്തേക്ക് അറിയാവുള്ളൂ. വേറെ ഏതെങ്കിലും പടം കണ്ടതിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവരുടെ പെർഫോമൻസ് വൈസ് വെച്ച് നോക്കുമ്പോൾ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് ഇമോഷൻസ് നോട്ട് വർക്ക്ഡ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ എനിക്ക് തൽക്കാലത്തേക്ക് ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാനിത് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് കണ്ടത്. ഐ ആം വെരി ഹാപ്പി ആണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ആവറേജ് ഫോർ മീ. ഈ വർഷത്തെ ബെസ്റ്റ് ആവറേജ് പടത്തിനുള്ള ആവറേജ് പടം ഇട്ട് എനിക്ക് ഇതാണ് തോന്നിയിരിക്കുന്ന ഈ സിനിമയാണ് 100%. ഗെയിം ചേഞ്ചർ ആയിരുന്നു ഇത്ര നാളെ എനിക്ക് ബെസ്റ്റ് ആവറേജ് ഫിലിം ഓഫ് 2025 എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ബട്ട് ഇതാണ് ഇത് ഇനിയോട്ട് അതിലേക്ക് വരുമ്പോൾ ഈ സിനിമയ്ക്ക് തന്നെയാണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ആദ്യം ഇങ്ങനെ കാണിച്ചതിൽ സോറി. ഞാൻ ശരിക്കും ഇങ്ങനെ ആവറേജ് എന്നാണ് കാണിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. ബട്ട് കാണിച്ചപ്പോൾ തെറ്റിപ്പോയി. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, സോറി. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ എനിക്കിഷ്ടപ്പെടാത്ത സിനിമകളുണ്ട്. മീൻസ് സകലകലാവല്ലഭൻ, ബോഗൻ, ഇരയിവൻ. മീൻസ് ബോഗൻ ഈസ് ആവറേജ് എന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നൈസായിരുന്നു, പിന്നെ വില്ലനും അത്യാവശ്യം നൈസായിരുന്നു, അതുകൊണ്ട്. പിന്നെ സകലകലാവല്ലഭനും ഇരയിവനും ടോർച്ചറാണ്. ബട്ട് ഇത് മൂന്നും കൂടി അപ്പോൾ കഥകിലോ നിരമില്ലി, സകലകലാവല്ലഭൻ, ബോഗൻ, ഇരയിവൻ, ഇത് നാലും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സിനിമ എന്ന് പറയുന്നത് ഈ സിനിമയാണ്. അതും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ വെസ്കസ്. പിന്നെ സ്റ്റോറി പറഞ്ഞ് സ്പോയിൽ കേൾപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഈ കണ്ടു നോക്കാം എന്ന് പറഞ്ഞിട്ട് ബൈ.